ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തനി നാടൻ പലഹാരമായ അവൽ വിളയിച്ചത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്, അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ വലുപ്പത്തിലുള്ള 4 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഏകദേശം 250 ഗ്രാം ശർക്കരയുണ്ട്. ഇതിലേക്ക് 1 കപ്പ്, അതായത് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ശർക്കര നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കര ഇവിടെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അണ്ടിപ്പരിപ്പ് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പൊട്ടുകടല കുറച്ചിട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് കറുത്ത എള്ള് ഒന്നിട്ടിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എള്ളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. അപ്പോൾ എള്ള് പൊട്ടി കഴിയുമ്പോൾ നമുക്കതൊന്ന് എടുക്കാം. അപ്പോൾ എള്ള് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ നെയ്യടക്കം നമുക്ക് അണ്ടിപ്പരിപ്പും പൊട്ടുകടലൊക്കെ വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് തന്നെ ആ നെയ്യടക്കം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരിയും നാളികേരക്കൊത്തൊക്കെ വറുത്തെടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് തന്നെ ഈ ശർക്കര ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഈ ശർക്കര ഏകദേശം ഒരു ഒറ്റനൂൽ പരുവാവുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ശർക്കര ഒറ്റനൂൽ പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ നാളികേരും ശർക്കര നീരും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സായിട്ട് ഒന്നും കൂടി കുറുകി വരണത്. ഇപ്പോൾ നാളികേരും ശർക്കരയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്, നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അവലാണ് എടുത്തേക്കുന്നത്. ഇത് ചുവന്ന അവലാണ്. എപ്പോഴും അവൽ വിളയിച്ചതിന് നല്ലത് ചുവന്ന അവലാണ്. അപ്പോൾ അവലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരം ഇട്ടിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവൽ ഭയങ്കര ഡ്രൈ ആയി പോവും. അപ്പോൾ നല്ല കുറച്ച് സോഫ്റ്റായിട്ട് അവലിരിക്കുമ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും എള്ളും പൊട്ടുകടലയൊക്കെ പിന്നെ ആ നെയ്യും ബാക്കി വന്നിട്ടുള്ള ആ നെയ്യൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു 5 ഏലക്കായുടെ ഉള്ളിലുള്ള കുരും, പിന്നെ ഒരു ചെറിയ കഷ്ണം ചുക്കും കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് നന്നായി പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർക്കുന്നത് ഏലക്കായും ചുക്കൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു നാടൻ പലഹാരമായിട്ടുള്ള അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്കിതൊരു ടിന്നിലിട്ട് അടച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.